കണ്ണനും പവിത്രയൊക്കെ പാടേ മാറിപ്പോയി. അവര് പറയുന്നത് അയാള് കുഴപ്പക്കാരനല്ലെന്ന്. ആരെന്ത് പറഞ്ഞാലും ശരി, അവൻ കുഴപ്പക്കാരൻ തന്നെയാ. മനുഷ്യന്റെ ആയുസെടുത്ത് കളിക്കുന്ന ഒരു ദുഷ്ടൻ. കരുണന്റെ കാര്യം വല്ലതും അറിഞ്ഞ മോനെ? ഇല്ല, ഇടയ്ക്ക് സമനില തെറ്റി നടന്നതാണല്ലോ. അതുകൊണ്ട് ആൾക്കാരൊന്നും അയാളെ കാണാത്ത വലിയ വിഷമായിട്ട് എടുക്കില്ല. പിന്നെ ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ആരെങ്കിലൊക്കെ തിരക്കൂ. എന്തായാലും ശരി, അവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു വെടി പൊട്ടിച്ചു. മോനെല്ലാം അറിയാമെന്ന് ഫോണിലൂടെ ദേവയോട് പറഞ്ഞു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ദേവ എന്നെ വിളിപ്പിച്ചത് അത് ചോദിക്കാനാ. എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാർത്തു ദേവയുടെ മോളാണെന്ന് മോൻ അറിയാമെന്ന്. അതിനുശേഷം അമ്മ തളർന്ന മട്ട, ആഹാരമൊന്നും കഴിക്കണില്ല. മോന്റെ മുഖത്ത് നോക്കാൻ ദേവയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരവസരത്തില് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ. അതുകൊണ്ടാ മോനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എല്ലാ കഥകളും അറിഞ്ഞ ശേഷം ഞാനപ്പച്ചി കൂടുതൽ സ്നേഹിക്കല്ലേ ചെയ്തേ. മോൻ അതിനുള്ള പക്വതയുണ്ടെന്നറിയാം. എന്നാ മാളു എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വിറക്കുമെന്നാ കരുതിയത്. അവിടെ പോലും നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. മോളും അമ്മയ്ക്കൊപ്പം നിൽക്കുക ചെയ്തേ. മുത്തച്ഛൻ അറിഞ്ഞുകൊണ്ട് എന്റെ അപ്പച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരാളെ സ്നേഹിച്ചു പോയി, അയാളുടെ മനസ്സെന്താന്ന് അറിയാതെ. എന്തായാലും അരുണേട്ടനൊന്നു പോയി അമ്മയെ കാണണം. എന്നിട്ട് അമ്മയോട് ഒരു ദേഷ്യവും വെറുപ്പും ഇല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. മോനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. ആ തോന്നല് ഇന്നത്തോടെ ഇല്ലാതാവണം. എന്നാലും അവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇത്രയും ചെയ്തു കളഞ്ഞല്ലോ. അപ്പോഴെത്തിയിരുന്നെങ്കിലോ? ഇതൊക്കെ അരുണേട്ടന് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ അയാളെ തല്ലാൻ പോയത്? എടി, അതുപോലെ അവൻ അപ്പച്ചി ആക്ഷേപിച്ചത്. ഒരിക്കലും ഒരു അനന്തരവൻ കേൾക്കാൻ പാടില്ലാത്തൊക്കെ അവൻ പറഞ്ഞത്. ആ സമയത്ത് നിയന്ത്രണം വിട്ടുപോയി. തല്ലുകൊണ്ടിട്ട് അവൻ ഓടിയില്ലായിരുന്നെങ്കിലേ അവിടെ വെച്ച് അവനെ പണിയാൻ തീർത്തന്നെ. കഥകൾ അറിയാത്തവൻ ഓരോരോ കഥകൾ ഉണ്ടാക്കുക, അതും അവന്റെ കൾച്ചറിനനുസരിച്ചുള്ള കഥകൾ. എത്രയെന്ന് വെച്ചാ കേട്ട് നിൽക്കുന്നേ. ദുഷ്ടനായ ഒരുത്തന്റെ കയ്യില് ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനത് പരമാവധി പ്രയോജനപ്പെടുത്തും. ആ സമയത്ത് നമ്മൾ അവന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. മുന്നേ അയാളിനി വരുവോ? വരാനുള്ള സാധ്യത ഇല്ലെന്നാ തോന്നുന്നു. അയാളെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അരുണേട്ടന്റെ മുഖം കണ്ടിട്ട് അയാളെ എന്തോ ചെയ്തെന്ന കാര്യം ഉറപ്പാ മുത്തശ്ശ. മുത്തശ്ശനും അതറിയാന്ന് തോന്നുന്നു. എനിക്കൊന്നും അറിയില്ല മോളെ. കാലന്റെ കയറുമായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വരാൻ നോക്കി. പാതി വഴിയില് അവനെ ദൈവം തടഞ്ഞു. മുത്തശ്ശൻ എങ്ങനെയാ കരുതുന്നത്? അപ്പച്ചി,
എന്നിട്ടാ പലപ്പോഴും കാർത്തൂനെയും കൂട്ടിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നത്, ഈ നാടകങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നത്. അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു. എങ്കിലും മോനി അപ്പച്ചിയോട് വെറുപ്പ് തോന്നുന്നില്ല. ഒരിക്കലും ഇല്ല അപ്പച്ചി. എന്റെ അപ്പച്ചി എന്താണെന്ന് ഓർമ്മ വെച്ച നാൾ മുതൽ അറിഞ്ഞവനാ ഞാൻ. അന്നുള്ള ചിത്രത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്റെ അപ്പച്ചി സ്വബോധത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. ഈ ലോകത്തുള്ള സകല ആൾക്കാരും അപ്പച്ചി തെറ്റുകാരിയാണെന്ന് പറഞ്ഞാലും ഞാൻ അവർക്കൊപ്പം നിൽക്കില്ല. എന്നെ വളർത്തിയത് എന്റെ അപ്പച്ചിയെ. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണക്കാരി അപ്പച്ചിയെ. അതെനിക്ക് ഈ ജന്മം മറക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാനും മോന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഒരുങ്ങിയതുപോലെ ആരും ഒരുങ്ങി തീർന്നിട്ടുണ്ടാവില്ല. ഒരുത്തൻ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ മരണത്തിനടുത്ത് വരെ ഞാൻ എത്തി. പിന്നെ മോന്റെ മുത്തച്ഛന്റെയും അച്ഛന്റെയൊക്കെ സങ്കടം കണ്ട ഞാനതിന് മുതിരാതിരുന്നത്. അന്നത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. വീട് മരണവീടായതൊക്കെ ചെറിയ തോതിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. പ്രസവശേഷം സ്വന്തം കുഞ്ഞിനെ കാട്ടിലിറങ്ങിയൊരു അമ്മയാ ഞാൻ. ആ സമയത്ത് ശരിക്കും പറഞ്ഞ ഭ്രാന്തായിരുന്നു എനിക്ക്. എന്നെ വഞ്ചിച്ചവന്റെ കുഞ്ഞിനോട് പോലും എനിക്ക് ദേഷ്യമായിരുന്നു. ഇല്ല, എനിക്കറിയാം. അതുകൊണ്ടാ ആരൊക്കെ ഡോക്ടർ ജീവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അവർക്കൊപ്പം നിൽക്കാത്തത്. ഇനിയും അങ്ങനെയായിരിക്കും. പിന്നെ ഇപ്പൊ അപ്പച്ചി ചോദിച്ചല്ലോ എനിക്ക് അപ്പച്ചിയോട് വെറുപ്പ് തോന്നുന്നില്ലെന്ന്. ഉള്ളിന്റെ ഉള്ളിൽ പോലും അങ്ങനെയില്ല. ദൈവങ്ങൾ കഴിഞ്ഞ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് എന്റെ അപ്പച്ചിയെ. ഞാൻ നെഞ്ചി തൊട്ടാ പറയുന്നത്. കാർത്തൂനെ ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഈ കഥകളൊന്നും അറിഞ്ഞിട്ടല്ല. ഞാൻ ആ നാട്ടിലെത്തിയതും അയാളെ കണ്ടതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ, അപ്പച്ചിയുടെ മകളാണ് എന്റെ ഭാര്യ എന്നറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷിച്ചവനാ ഞാൻ. അതിനുശേഷം രണ്ടാളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അതിന് എന്റെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. അപ്പച്ചി 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 തകർന്നു പോയ നമ്മുടെ കുടുംബത്തെ മുഴുവൻ അത് ബാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞതൊന്നും ഇനി ഓർക്കരുത്. അന്നപ്പച്ചിയെ കൊല്ലാതെ കൊന്നവനെ ഇല്ലാതാക്കിയിട്ട് അപ്പച്ചി ജയിലിലേക്ക് പോകരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞങ്ങളൊക്കെ തകർന്നു പോകുന്നത്. നിന്നെ എങ്ങനെ ഫേസ് ചെയ്യും, നിന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നു കരുതി വിഷമിച്ചിരിക്കുന്നു ഞാൻ. അച്ഛൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടും അതൊന്നും എനിക്ക് ആശ്വാസമായില്ല. എന്നാ ഇനി വിശ്വസിച്ചോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയാ എന്റെ അപ്പച്ചി. ആ അപ്പച്ചി ഈ ജന്മം എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് വെറും വാക്കല്ല. അതുകൊണ്ട് ഇനി ഇതോർത്ത് വേദനിക്കരുത്. ആഹാരം കഴിക്കാതിരിക്കരുത്, ഉറക്കം കളയരുത്. അപ്പച്ചിയുടെ ആരോഗ്യത്തിന് ആയുസ്സിനും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവനാ ഞാൻ. ഞാൻ പോയിട്ട് വരാം.
മോൾക്കൊരച്ഛനുണ്ട്, അമ്മയും ഉണ്ട്. അവരിങ്ങനെ മോളെ വട്ടവിട്ട് പറക്കുന്നുണ്ട്. ഞാനിപ്പോ എന്റെ മോളായി കാണുന്നത് കാർത്തുനെ. ഞാൻ എന്ത് പറഞ്ഞിട്ടും അയാള് പിന്മാറാൻ ഒരുക്കമല്ല. മോളുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്തതിൽ അയാൾക്ക് വേദനയുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും മോളുടെ മുഖമൊന്ന് കാണുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിന്നെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണെന്നും നീ ഒന്ന് ആലോചിക്കും. അപ്പൊ നിനക്കറിയാൻ സാധിക്കും നീയും അയാളും തമ്മിൽ എന്തോ രക്തബന്ധമുണ്ടെന്ന്. ഈ അമ്പലനടയില് ദേവിയുടെ മുമ്പിൽ വെച്ച് താൻ സത്യം ചെയ്യണം. എന്റെ തലയെ തൊട്ട് ഇനി ഡോക്ടർ ജീവനെ കാണുകയോ അയാളോട് സംസാരിക്കുകയോ ചെയ്യില്ല. നീ എന്താ മോനെ വരാൻ വൈകിയത്? അപ്പച്ചിക്ക് വല്ലാത്തൊരു തളർച്ചയുണ്ടായി. പിന്നെ ഞാനും മുത്തച്ഛനും കൂടി ആത്മവിശ്വാസം കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നെ. അയ്യോ, ദേവിക്ക് എന്തു പറ്റി? ഞാൻ അപ്പച്ചിയുടെ കഥകളൊക്കെ അറിഞ്ഞെന്ന് അപ്പച്ചിക്ക് മനസ്സിലായി. ആ വിഷമത്തിലായിരുന്നു അപ്പച്ചി. എന്റെ മനസ്സിൽ വെറുപ്പ് കാണുമെന്നൊരു ഭയം. അതെന്തായാലും ഇന്നത്തോടെ ക്ലിയർ ചെയ്തു. പിന്നെ മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോ കുറച്ചേരം കൂടി അവിടെ ഇരുന്നു. അപ്പച്ചിക്കൊപ്പം ഇരുന്ന് ഇത്തിരി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടത്. പാവം. അപ്പച്ചിക്ക് അടുത്തൊരാളുണ്ട്, മാളു. അവക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാന്ന് അപ്പച്ചിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും കഥകൾ അറിഞ്ഞവരൊന്നും ദേവി തള്ളിപ്പറഞ്ഞില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. അറിഞ്ഞുകൊണ്ട് അപ്പച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ തള്ളിക്കളയുന്നത്? കാണാതാകുന്നതിന് മുമ്പ് കരണം പറ്റിച്ച പണിയാ. അയാളെ വിളിച്ച അപ്പച്ചിയോട് എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞത്. എന്നിട്ടാ അയാൾ അങ്ങോട്ട് പുറപ്പെട്ടത്. അമ്മ, അയാൾ അവിടെ എത്തിയിരുന്നെങ്കിൽ എല്ലാം കൊളമായേനെ. അയാള് ജീവനോടെ ഉണ്ടെങ്കിൽ ഇനിയും എത്തില്ലേ? എത്താനുള്ള സാധ്യത ഇല്ലമ്മേ. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാം കൂടി അയാൾ എന്തേലും ചെയ്തോ? കാർത്തു ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചോ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് പറയുന്നു അയാൾ ഇനി അപ്പച്ചി ശല്യം ചെയ്യില്ലെന്ന്. പിന്നെ ഒരുത്തൻ ഒരുപാട് തവണ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ആ ജീവൻ കാർത്തു ഒരു തവണ പോലും കോൾ എടുത്തില്ല. അത് നന്നായി. അയാൾ എനിക്ക് വാക്ക് തന്നതാ അമ്പലനടയിൽ വെച്ച്. ഇനി അയാളുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കില്ലെന്ന്. ദൈവത്തിന് മുമ്പിൽ വെച്ചെന്ന ഉറപ്പ് എന്തായാലും കാർത്തു തെറ്റിക്കില്ല. അങ്ങനെ വരുമ്പോ അവന് ശ്വാസമുട്ടല് തുടങ്ങും. അവൻ ചിലപ്പോ കരുണനെ പോലെ അപകടകാരിയാവും. അങ്ങനെ വന്നാ മോളെ നേരിൽ കണ്ട് മോക്കറിയാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും.
അങ്ങനൊരു ഭയം എനിക്കും ഇല്ലാതില്ല. അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അയാളെ കൊല്ലേണ്ടി വരും. നീ എന്തിനാ കൊല്ലുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ചിന്തിക്കാതെ പിന്നെ? ഒരു സമയത്ത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞവനവൻ. അവനെ പിന്നെ വെച്ച് വാഴിക്കണോ? എന്തായാലും ഒരു സ്വസ്ഥതയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭയം നടക്കുക ഞാൻ. ദേവിയുടെ കഴിഞ്ഞകാല കഥകളൊക്കെ അറിഞ്ഞ ശേഷം നീയും മാളും ഒക്കെ അവളെ ചേർത്ത് പിടിക്കുക ചെയ്തത്. പിന്നെ അവൾ എന്തിനാ ജീവനെ നശിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുന്നത്? അമ്മയും അപ്പച്ചി അങ്ങനെ നടക്കില്ല. പക്ഷെ അയാളും ആ നടപ്പ് നിർത്തണം. കാർത്തൂന് പിന്നാലെയുള്ള നടപ്പ് അതയാള് മനഃപൂർവ്വം നമ്മുടെ കുടുംബം ശിഥിലമാക്കാൻ വേണ്ടി ചെയ്യുന്ന. ഇപ്പൊ തന്നെ കണ്ണേട്ടനെ പവിത്രേട്ടനും പപ്പേട്ടനൊക്കെ മനസ്സിലായാൽ കയറി കഴിഞ്ഞു. അതാണ് അവന്റെ തന്ത്രം. സിമ്പതിയിലൂടെ കാര്യങ്ങൾ നേടുക. ഇവിടെ മാത്രം അതൊക്കെ ചിലവാതിരിക്കുന്നുള്ളൂ. വെടിയേറ്റിട്ട് മാറാത്ത ഒരുത്തനെ എന്ത് ചെയ്യാനാ? അവനിപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പോലും മാറി താമസിക്കേ. ഈ വീടിന് കുറച്ചുകൂടി അടുത്ത് വന്നു. അതുകൊണ്ട് ഇനി നമ്മള് അകലങ്ങളിലേക്ക് പോയേ പറ്റൂ. എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ശരിയാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് മാറണം. അവിടേക്ക് അവൻ വന്നാലോ? ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവന്റെ ജീവൻ എടുക്കാൻ രക്ഷയുള്ളൂ. അയാൾ വിളിച്ചായിരുന്നല്ലേ ഡോക്ടർ ജീവൻ? വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സന്തോഷായി. ഞാൻ തന്ന വാക്ക് തെറ്റിക്കില്ല. ഇടയ്ക്ക് കണ്ണേട്ടിനൊപ്പം പോയി അയാളെ 1-2 തവണ കണ്ടു. സാറിനോട് പറയാതെയാ പോയത്. അതൊക്കെ അന്നത്തെ യാത്രയിൽ നമ്മൾ പറഞ്ഞു തീർത്തായിരുന്നല്ലോ. അതല്ലാതെ ഞാൻ ഇന്നേവരെ സാറിനോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. എന്നാ ഇപ്പൊ സാറ് എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഡോക്ടർ ജീവനെ കുറിച്ച് സാറ് പറഞ്ഞ കഥകളൊക്കെ സത്യമാണ്. അയാളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടില് മുത്തച്ഛനെ ചതിച്ചു. പിന്നെ അയാളൊരു പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറം മറ്റെന്തെങ്കിലും തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടോ? താൻ നീ അതിന്റെ പിന്നാലെ ഒന്നും നടക്കണ്ട. അയാളെ പറ്റി ചിന്തിക്കുകയും വേണ്ട. അപ്പച്ചിയും അയാളുമായിട്ട് എന്താ ബന്ധം? അപ്പച്ചിയുടെ അടുത്ത് കരുണമാമ പോകുന്നത് നിങ്ങൾക്കെല്ലാം പ്രശ്നമായിരുന്നു. കരുണമാമ എന്നെ കാണാൻ വരുന്നതും പേടിയോടെയാ നിങ്ങളൊക്കെ കണ്ടിരുന്നത്. അതിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരോ തലവേദനകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ താൻ ഇങ്ങനെ ചോദ്യം ചെയ്യൽ തുടങ്ങല്ലേ. എല്ലാ പ്രശ്നങ്ങളും തീർന്നൊന്ന് സാറ് കരുതണ്ട. ഇപ്പോഴും കരുണമാമ ഒരു ചോദ്യചിഹ്നമായി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക. ഇന്ന് പവിത്രടുത്ത് ഞാനും തമ്മിൽ സംസാരിച്ചിരുന്നു. അവർക്കെല്ലാം സംശയമുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി കരുണമാമയെ കൊന്നോന്നു. ഇനിയിപ്പോ അത് പറഞ്ഞുകൊണ്ട് നടക്ക്. എടോ, മറ്റുള്ളവർ സംശയിക്കട്ടെ. താൻ എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്ത് തന്നതാ ജീവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ലെന്ന്. അതൊക്കെ അതേപടി പാലിക്കുകയും ചെയ്തു. അയാളെ കാണാനിപ്പോ താൻ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ ഒരുപാട് തവണ അയാളെ വിളിച്ചിട്ട് എടുക്കാത്തതിന് വിഷമമുണ്ട് തനിക്ക്. അതാ ഇപ്പൊ ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലും അല്ല. ഞാൻ ഇനി അയാളെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കില്ല. ഒരിക്കലും. അതിനി ആര് നിർബന്ധിച്ചാലും നടക്കില്ല. എന്നെ അലട്ടുന്നത് സാറിന്റെ നിലപാട് തന്നെ. എന്നോട് പറയേണ്ടത് എന്തൊക്കെയോ സാറ് മറച്ചു പിടിക്കുന്നു. ഞാൻ അറിയേണ്ട പലതും അറിയാതെ പോവുക ഇപ്പൊ. അമ്മയായിട്ട് സാറ് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അരികിലേക്ക് വരുമ്പോ പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിങ്ങൾ സംസാരം അങ്ങ് നിർത്തും. അങ്ങനെ ഞാൻ അറിഞ്ഞ ഭൂകമ്പം ഉണ്ടാവുന്ന എന്ത് കാര്യം അവിടെ ഉള്ളത്? എടോ, ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ അവരുടെ മാനസികാവസ്ഥ അറിയാതെ ചോദ്യം ചെയ്യുന്നവരാ പല ഭാര്യമാരും. എന്നാ എനിക്കങ്ങനെ വിഷമം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയും ചെയ്യരുത്. പുറത്തു പോയിട്ട് വരുമ്പോ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് നമ്മുടെ ജീവിതം
ഇനി എന്തെങ്കിലും തന്നോട് പറയാതെ മറച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കും. എന്താ കണ്ണേട്ടാ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? നീ കിടന്നോ? ഇപ്പൊ ഉറക്കം കുറവാണല്ലോ, ഭക്ഷണം ശരിക്ക് കഴിക്കുന്നില്ല. എന്തോ കണ്ണേട്ടനെ അലട്ടുന്നുണ്ട്. എന്നെ അലട്ടുന്നത് ആ ജീവനും കാർത്തൂനും തമ്മിലുള്ള പ്രശ്നം, അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല. കരുണമാമയെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ കണ്ണേട്ടാ. എന്താ അയാളെ കാണാൻ നിനക്ക് കൊതിയായോ? അതല്ല കണ്ണേട്ടാ, അന്ന് അരുണിന്റെ അപ്പച്ചിയെ കാണാൻ പോയ ആളെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഞാൻ കൊന്നോ? എന്റെ അറിവോടെ മറ്റാരെങ്കിലും കൊന്നോ? ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചല്ലേ. അത് തന്നെ ഇപ്പോഴും ചോദിക്കുക. കണ്ണേട്ടൻ അങ്ങനെ ഒരു പാപം ചെയ്തോ? ഇനി അയാളെ ഞാനാണ് കൊന്നിരിക്കട്ടെ, അതെങ്ങനെ പവിത്ര ഒരു പാപമാവുന്നേ? അതൊരു പുണ്യകർമ്മല്ലേ? അപ്പോ അങ്ങനെ ചെയ്തു അല്ലേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇനി എന്റെ മാമനെ ഞാൻ കൊന്നെന്ന് നീ പറഞ്ഞ് പ്രചരിപ്പിക്കണ്ട. കാരണം മാമയെ തലയിലെടുത്തോണ്ട് നടന്ന ആളാ എന്റെ അമ്മ. ആ അമ്മ പോലും ഇപ്പൊ പറയുന്നത് അയാൾ മരിക്കണമെന്നാ. കണ്ണേട്ടനറിയാലോ, ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് കണ്ണേട്ടൻ ജയിലിൽ പോയപ്പോ മാറത്തടിച്ച് നിലവിളിച്ചവരാ ഞാനും കാർത്തുമൊക്കെ. അതൊക്കെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഓർമ്മകളാ. അതുപോലെയൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന പ്രാർത്ഥന. കരുണമാമ ദുഷ്ടനായാലും കൊള്ളരുതാത്തവനായാലും അയാളെ കൊന്ന അത് ചെയ്ത ആള് കൊലയാളി തന്നെയാ. അവര് ജയിലിലേക്ക് പോവും. ജയിലിൽ കിടക്കാൻ ഇനിയും യോഗം ഉണ്ടെങ്കിൽ അത് നടന്നല്ലേ പറ്റൂ. എന്തായാലും കരുണമാമയെ കൊന്നതിന്റെ പേരിൽ ഞാൻ ജയിലിൽ കിടക്കില്ല. കാരണം ഞാനത് ചെയ്തില്ല. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ആ ഒരു ഭയം നിലനിൽക്കുക. കാർത്തു വിളിച്ചപ്പോഴും ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. കണ്ണേട്ടനും ദീപനും പപ്പനും അരുണും കൂടി കരുണമാമ എന്തേലും ചെയ്തു കാണുന്ന. നീ വെറുതെ മോളുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ മനസ്സറിയാതെ 100 കൂട്ടം പ്രശ്നങ്ങളെ നടുവില്ല കാർത്തു. ഇപ്പോ ആ ജീവൻ അത്രത്തോളം മോളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരാളുടെ കാര്യം കണ്ണേട്ടൻ മറന്നു പോകുന്നുണ്ട്, നമ്മുടെ മോളുടെ കാര്യം. മോക്ക് ബന്ധുറ്റി മോളും ചോദിക്കുന്നുണ്ട് അച്ഛൻ കരുണമാമ എന്തെങ്കിലും ചെയ്തോന്ന്. മോളുടെ പ്രായത്തിലൊരു കുട്ടി അങ്ങനെ ചോദിക്കണമെങ്കിലേ അതിന്റെ കാരണം എന്താ? ഇവിടെ ഉള്ളവരുടെ സംസാരം കേട്ടിട്ട് തന്നെയാ മോൾ അങ്ങനെ ചോദിക്കുന്നേ. കാരണം മാമ മരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അത് പുറത്തു വരും. ദയവ് ചെയ്ത് വീട്ടിനകത്ത് അതിനെപ്പറ്റി സംസാരിക്കരുത്. വീട്ടിനകത്ത് മാത്രമല്ല, അമ്പലത്തിൽ പോയപ്പോ അവിടെയും പലരും സംസാരിക്കുന്നുണ്ട് കരുണമാമ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന്. പിന്നെ നാട്ടുകാർക്കൊക്കെ അയാളെ കണ്ടോളാൻ വയ്യാണ്ടിരിക്കല്ലേ? അത്രയ്ക്ക് മഹാനാണല്ലോ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പത്രേ. കിടന്നാലും ഉറക്കം വരണ്ടേ? വീടിനകത്തുള്ളവർക്ക് ഉറക്കമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെന്നെയാ ഉറങ്ങുന്നത്. ഞാൻ ഉടനെ വരാം. നീ മോളെ ഉറക്ക്. മോളൊക്കെ ഉറങ്ങി. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അപ്പയുടെ കാര്യമാണോ? ഇടി, അയാളുടെ കാര്യം ആരെങ്കിലും ആലോചിക്കോ? എവിടെങ്കിലും പോയി ചാവട്ടെ, നാണം കെട്ടവൻ. ഇപ്പോഴും അങ്ങനെ തന്നെ എന്റെ സംശയം. അന്ന് ഇവിടുന്ന് പോയ ശേഷം ഒരു വിവരവുമില്ല. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. പരിധിക്ക് പുറത്താണെന്നാ പറയുന്നത്. എന്നാ പിന്നെ സ്വർഗലോകത്തോട്ട് പോയി കാണും. അവിടെ ആകുമ്പോ പിന്നെ റേഞ്ച് കിട്ടത്തില്ലല്ലോ. കൂടുതൽ തമാശ പറയണ്ട. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇടി, സംഭവിച്ചാലും നിനക്കെന്തറിയും? നിന്റെ തന്റെ കാണാനെന്ന് പറഞ്ഞ് നീ കേസ് കൊടുക്കോ? ഇനിയിപ്പോ കേസ് കൊടുത്തിട്ട് ഞാനാണ് പ്രതിയെങ്കിൽ നേരെ ജയിലിലോട്ടേയും പോവാം. നിന്നെ പോലത്തെ ഒരുത്തിയോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം അതാണെന്ന് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദീപേട്ടന് എന്തെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടോ? ഇടി, ഈ ചെയ്തോണ്ടിരിക്കുന്നൊക്കെ എന്താ? എവിടെ ഇരുന്നാലും ഓടി വന്ന് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാ ദീപേട്ട? എന്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നതും ഉണ്ടല്ലേ? എടി,
എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാര്യയായിരുന്നു നീ എന്നുണ്ടെങ്കിൽ നിന്നോട് ഞാൻ എന്നെല്ലാം പറഞ്ഞനെ. എന്നാൽ ഇവിടെ നീ സുധാമണിയുടെയും കരുണന്റെയും മകളാ. അങ്ങനെയുള്ളവളോട് ഒന്നും പറയാൻ പറ്റില്ല. വെറുതെ ചലച്ചോണ്ട് നടക്കുന്ന നാവാ നിന്റെയൊക്കെ. ഒരു കാര്യം എന്തായാലും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പപ്പ എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ പപ്പ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പപ്പ ഇനി തിരിച്ചു വരുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. എടീ, അയാളെ കാണാനില്ലാന്ന് പറഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ? ആരെങ്കിലും അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിക്കേണ്ടത് മരുമോൻ എന്ന നിലയ്ക്ക് ദീപേട്ടനല്ലേ? മരുമോൻ? എടീ, അയാൾക്ക് ഞാൻ എന്റെ അമ്മായച്ചന്റെ സ്ഥാനം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അയാളുടെ മരുമോനാവുന്നത്?